ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? നോമ്പിൻ്റെ ക്ഷീണമെല്ലാം എങ്ങനെയുണ്ട്? നോമ്പെല്ലാം തീരാറായി. ഇതാ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് നോമ്പെല്ലാം ഇപ്പോൾ തീർന്നിട്ട് പോവും. ഇന്ന് ഞാൻ പെരുന്നാൻ്റെ അപ്പമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും അതേ കപ്പ് തന്നെ 1.5 കപ്പ് ഡാൽഡ പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മക്കളെ, ഞാനിതെല്ലാം എടുത്തിനത് 250 ml മെഷർമെൻറ്റ് കപ്പിലാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ്സിൽ അളവെടുത്താലും മതി. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ അളവാണ്. അപ്പോൾ 2 കപ്പ് പഞ്ചസാര എടുത്തിനെങ്കിൽ അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് ഡാൽഡ പിന്നെ 1.5 കപ്പ് വെള്ളം. മനസ്സിലായല്ലോ? ഇത്രയാണ് കറക്റ്റായിട്ടുള്ള അളവ്. ഇനി ഇതെല്ലാം നന്നായിട്ട് തിളപ്പിക്കണം മക്കളെ. ഡാൽഡ തിളക്കണം, പഞ്ചസാരയെല്ലാം മെൽറ്റാവണം. ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ തണിയണം, അതായത് ചൂടാറണം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ഇട്ടിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പോൾ ഇതിന് കറക്റ്റ് അളവൊന്നും ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുമല്ലോ, ആ രീതിയിൽ കുഴച്ചെടുത്താൽ മതി. എന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഏകദേശം കണക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് ഏകദേശം 1.5 കിലോ മൈദയുടെ അടുത്ത് വേണ്ടി വരും. 1.5 കിലോ ഒന്നിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇടണ്ട. ആദ്യം 1 കിലോ ഇടുക. പിന്നെ വെള്ളം നിങ്ങൾക്ക് എത്ര ഉണ്ട് അതിനനുസരിച്ച് കട്ടിയാവുമല്ലോ, ആ രീതിയിൽ മൈദ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു കാര്യം എളുപ്പത്തിൽ മനസ്സിലായില്ലേ? ഇനി മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നില്ലേ, ആ രീതിയിൽ നല്ലപോലെ മയത്തിൽ തന്നെ കുഴച്ചിട്ടെടുക്കണം. പിന്നെ അഞ്ഞ പോലെ ആയിപ്പോയെങ്കിൽ പരത്തിയിട്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത്യാവശ്യം ഒരു കട്ടിക്ക് തന്നെ നല്ല സോഫ്റ്റ് ആകുന്ന പോലെ കുഴച്ചിട്ട് ഉണ്ടയാക്കിയിട്ട് എടുക്കണം. സാധാരണ എല്ലാവരും പറയില്ലേ വായിലിട്ടെങ്കിൽ അലിഞ്ഞു പോകുന്നതെന്ന്, അതിനേക്കാളും സോഫ്റ്റായ ഇങ്ങനെ കയ്യോട് പൊടിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കേക്ക് റെസിപ്പിയാണിത്. നെയ് കേക്ക്, ഡാൽഡ കേക്ക് എന്നെല്ലാം ഇനി പേരുണ്ട്. അപ്പോൾ ഈ ഡാൽഡ കേക്ക് എന്നാണ് അധികം ആളും പറയുന്നത്. ചില ആൾക്കാർ നെയ് കേക്ക് എന്നും പറയലുണ്ട്. അപ്പോൾ ഇത് ഞാൻ പരത്തിയിട്ടെടുത്ത് ചപ്പാത്തിനായിട്ട് കുറച്ച് കട്ടിക്ക്, കൂടുതൽ കട്ടിയായിപ്പോണ്ട. ഇത് എണ്ണയൊക്കെ ഇട്ടിട്ട് കാച്ചിട്ടെടുക്കുമ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിലാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് ഡാൽഡ ചേർത്തുന്നത്. ഇപ്പോൾ ഡാൽഡ ചിലപ്പോൾ വാങ്ങാൻ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്താക്കുക, ഇനി പകരം വനസ്പതി കിട്ടുന്നു ഇതേപോലെ തന്നെ കട്ടിക്ക്. അപ്പോൾ അതെങ്ങും കുഴപ്പമില്ല. പിന്നെ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നെയ്യും ചേർക്കാം. നെയ്ക്കെല്ലാം വലിയ ചിലവല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡാൽഡ ഇട്ടിട്ട് കാണിച്ചിരുന്നത്. ചെറിയൊരു ഫാമിലിക്കെങ്കിൽ ഞാൻ പറഞ്ഞ അളവുണ്ടല്ലോ, അതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. 1 കപ്പ് പഞ്ചസാര, അതേപോലെ 3/4 കപ്പ് വെള്ളം, 3/4 കപ്പ് ഡാൽഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അളവ് ആവശ്യമുള്ളത് അങ്ങനെ എടുക്കുക. ഇപ്പം ഞാനെല്ലാം കുഞ്ഞു കുഞ്ഞു സ്ക്വയർ ആക്കിയിട്ട് ഇവിടെ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നല്ലപോലെ ചൂടാണം. ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. കുറേ ഒന്നിച്ചിട്ടെങ്കിൽ പൊട്ടിപ്പോകാനെല്ലാം ചാൻസ് ഉണ്ട്. പിന്നെ എണ്ണ ഭയങ്കര പുക വരുന്ന രീതിയിലൊരു ചൂടാവലില്ലേ, അങ്ങനെ ചൂടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. വീഡിയോയിൽ ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന കാണുന്നില്ലേ, ഇതുപോലെ മറിച്ചിട്ടുകൊണ്ട് തിരിച്ചിട്ടുകൊണ്ട് നിൽക്കണം. എല്ലാം ഒരു ഭാഗം മാത്രം കാഞ്ഞിട്ട് മറ്റേ ഭാഗം പാങ്ങുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡ്, നല്ല ഡാർക്കാവാൻ നിൽക്കണ്ട. ഈ ഒരു കളറാകുമ്പോൾ എണ്ണയെന്ന് കോരണം. കുറച്ചും കൂടി സമയം വെച്ചെങ്കിൽ ഇതിൻ്റെ കളറിൽ ചേഞ്ച് ആവും ചെയ്യും, ഭയങ്കര ഉറപ്പും ആവും. അതുകൊണ്ട് നല്ലൊരു ഗോൾഡ് കളർ ഉണ്ടാകുമ്പോൾ തന്നെ എണ്ണയിൽ എല്ലാം എടുക്കണം. ഇനി നമുക്ക് എന്താക്കാം, ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ചുട്ടിട്ടെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ 100 കൂട്ടം പറയാം, അത്രയും ടേസ്റ്റ്. ഉണ്ടാക്കിയെങ്കിൽ മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കിയിട്ട് പാങ്ങായിട്ടെങ്കിലും അഭിപ്രായം പറയണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നല്ല ചൂടുണ്ടാകണം, ചൂട് ഓവറാവാനും പാടില്ല. ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മാവ് കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് കൂടുതൽ അയഞ്ഞ പോലെ ഇങ്ങനെ പശ ഉണ്ടാവാനും കഴിയുക. പിന്നെ ഡാൽഡ പഞ്ചാര മിക്സ് ഉണ്ടല്ലേ, അതും ഫുള്ളായിട്ട് ചൂടാറണം. അപ്പോൾ ഇത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ജസാക്കല്ലാഹ് ഖൈർ.